ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണ് 888 ഇൻറ്റു 125 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യുന്നു? ആദ്യം ഈ 888 എന്ന് പറയുന്നത് 888 എന്ന് പറയുന്നതിനെ നമുക്ക് 111 ഇൻറ്റു 8 ആയിട്ട് എഴുതാമല്ലോ. അപ്പോൾ 111 ഇൻറ്റു 8 ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി. ഇനി അടുത്തത് ഈ 111 ഇൻറ്റു 8 അതാണല്ലോ ഈ 888 ഇൻറ്റു ഈ 125. അപ്പോൾ നമുക്കറിയാം 25നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടുന്നു. 25 മൾട്ടിപ്ലൈഡ് ബൈ 4 എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ 125നെ നമ്മൾ 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1000 കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ്? 8 ഇൻറ്റു 5 40, 0 ബാലൻസ് 4, 8 ഇൻറ്റു 2 16, 16 പ്ലസ് 4 20, 0 ബാലൻസ് 2, 8 പ്ലസ് 2 10. അപ്പോൾ 125 ഇൻറ്റു 8 എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം? ഈക്വൽ ടു 111 ഇൻറ്റു 8 ഇൻറ്റു 125 എന്താണ്? 1000 ഈക്വൽ ടു, അപ്പോൾ ഇനിയിപ്പോൾ ഈസി ആയില്ലേ നമുക്ക്? 111 എത്ര സീറോസ് കൂടെ ഇട്ട് കൊടുക്കണം? 1 2 3. നമ്മുടെ ആൻസറിലോട്ട് എത്തിയല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് 888 എന്ന് പറയുന്നതിനെ നമുക്ക് 125നെ ഈസി ആയിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നോ ആ ഒരു നമ്പറിലോട്ട് വേണം നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ 111 ഇൻറ്റു 8, അപ്പോൾ 8ഉം 125ഉം കൂടി 1000 ആയി. 111ഉം കൂടി ആകുമ്പോഴത്തേക്കും മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസിയായി.